സോ നമ്മളിവിടെ കുറേ വാക്കുകൾ കാണുന്നുണ്ടല്ലേ. ഇതെല്ലാ വാക്കുകളും ദാറ്റ് മീൻസ് 1 2 3 4 5 6 വാക്കുകളുണ്ട്. ഇതിന്റെ എല്ലാം നമ്മൾ മീനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ സെയിം ആണ്. അസ്, വി, സീ, വാച്ച്, ഹംഗ്രി, സ്റ്റാവിങ്. അസ്, വി ഏറെക്കുറെ എന്താണ്? നമ്മൾ, ഞങ്ങൾ, ഇതെല്ലാം ഇതിൽ രണ്ടിലും വരുന്നുണ്ട്. അതുപോലെ സീ, വാച്ച് കാണുക അല്ലെ. ഹംഗ്രി, സ്റ്റാവിങ് വിശക്കുന്നു അല്ലെങ്കിൽ വിശപ്പ്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ഡിഫറൻസ്? അല്ലെങ്കിൽ നമ്മളൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ഡിഫറൻസ് ആവുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സെന്റൻസ് നോക്കാം. അസ്, വി. ഈ അസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരിക്കലും അസ് ഗോയിങ്, ഓക്കെ, അസ് ഈറ്റിംഗ്, അസ് ആർ ഈറ്റിംഗ് ഒരിക്കലും വരത്തില്ല. എന്താണ് അവിടെ വരുന്നത്? വി ആണ് വരുന്നത്. ഞങ്ങൾ, വി ആർ ഗോയിങ്, വി ആർ ഈറ്റിംഗ് അല്ലെ. സോ നമുക്കിവിടെ എന്ത് എഴുതാം? വി ആർ ഗോയിങ്. ഒരു ചെറിയ എക്സാമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ അസ് നമ്മളപ്പോൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്കൊരു എന്തുണ്ടാവും? ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിലേക്ക് എന്താണോ ഒരു പ്രവൃത്തി അത് നമ്മളിലേക്കാണ് എത്തുന്നത്. ഫോർ എക്സാമ്പിൾ, അവൻ ഞങ്ങളെ വിളിച്ചു. ഓക്കെ, ഹീ കോൾഡ് വി എന്ന് ഒരിക്കലും വരില്ല. എങ്ങനെയാ വരുന്നത്? ഹീ കോൾഡ് അസ്. എന്താ വരുന്നത്? ഹീ കോൾഡ് അസ് അല്ലേ. അതാണ് അസ് ആൻഡ് വി. ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ്. മലയാളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഞങ്ങൾ, നമ്മളെല്ലാം ആണെങ്കിലും നമ്മളൊരു സെന്റൻസിലേക്ക് കടക്കുമ്പോൾ അസ് ആൻഡ് വി ഈസ് ഡിഫറെന്റ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് നോക്കാം. സീ ആൻഡ് വാച്ച്. രണ്ടിന്റെ മീനിങ് എന്താണ്? കാണുക അല്ലേ. കാണുക എന്നുള്ളതാണ് രണ്ടിന്റെയും മീനിങ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ സീ ആൻഡ് വാച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സീ, ഐ സീ ഹിം. എന്താണ് അതിന്റെ അർത്ഥം? ഐ സീ ഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അവനെ കാണുന്നു. അല്ലെങ്കിൽ എന്താണ് അതിന്റെ പാസ്റ്റിൽ നമ്മൾ ഐ സോ ഹിം, നമ്മൾ എന്താണ്? ഞാൻ അവനെ കണ്ടു. ഒരിക്കലും ഐ വാച്ച് ഹിം എന്ന് പറയാറില്ല അല്ലെ. കാണുക എന്നുള്ളത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനത് കണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ കോമൺ ആയിട്ട് നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് കാണുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും നമ്മൾ ഡെയിലിയിൽ നടക്കുന്നതാണെങ്കിലും നമ്മൾ ചുമ്മാ കാണുന്നതാണ്. അവിടെയാണ് നമ്മൾ ഈ സീ എന്ന് പറയുന്നത്. വാച്ച് എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിച്ച് നമ്മൾ ശ്രദ്ധയോടുകൂടി കാണുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ടീച്ചർ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഐ വാച്ച്ഡ് മൈ ടീച്ചർ ടീച്ചിങ് മീ. അതേപോലെ ഐ വാച്ച് ടി വി. ഒരിക്കലും ഐ സീ ടി വി എന്ന് പറയത്തില്ല. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വാച്ച് ടി വി. അതാണ് എന്ത് ഡിഫറൻസ്? സീ ആൻഡ് വാച്ച്. ഓക്കെ, അതാണ് സീ ആൻഡ് വാച്ചിന്റെ ഡിഫറൻസ്. ഇനി നമ്മൾ ലാസ്റ്റ് ഹംഗ്രി ആൻഡ് സ്റ്റാവിങ്. എന്താണ് മീനിങ് വരുന്നത്? എന്താണ്? വിശപ്പ് അല്ലെ. എന്താണ് വരുന്നത്? വിശപ്പ്. രണ്ടും വിശപ്പാണ്. ഓ, ഐ എം ഹംഗ്രി, എനിക്ക് വിശക്കുന്നു. ഐ എം സ്റ്റാവിങ്, വിശക്കുന്നു ആണോ? അല്ല. ഐ എം ഹംഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്? കോമൺ ആയിട്ട് വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. എനിക്ക് വിശക്കുന്നുണ്ട്, വാ നമുക്ക് പോയി കഴിക്കാം. എന്താണ്? ഐ ആം ഹംഗ്രി അല്ലേ. ഐ ആം ഹംഗ്രി. ജസ്റ്റ് ഒരു സ്മോൾ എക്സാമ്പിൾ ആയിട്ടോ ഞാനിവിടെ പറയുന്നത്. അപ്പൊ സ്റ്റാവിങ് എന്ന് പറയുന്നത് ചിലർ പറയും, ഓഹ് എനിക്കിപ്പോ വിശന്നിട്ട് കണ്ണും കണ്ടുകൂടാ, എനിക്ക് ഭയങ്കര വിശപ്പാണ്, എനിക്ക് പോയി കഴിച്ചേ പറ്റൂ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അത്രയും വിശപ്പ് നമ്മൾ പറയത്തില്ലേ, അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റാവിങ് യൂസ് ചെയ്യുന്നത്. കമോൺ, ഐ ആം സ്റ്റാവിങ്. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഐ ആം സ്റ്റാവിങ്. ഓക്കെ, വളരെ അധികമായിട്ട് എനിക്ക് വിശക്കുന്നു, വാ നമുക്ക് പോയി കഴിക്കാം. അതാണ് സ്റ്റാവിങ്. എനിക്ക് വിശക്കുന്നുണ്ട്, വാ പോയി കഴിക്കാം. അപ്പൊ എന്ത് വിശപ്പ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് നമ്മൾ ഈ പറയുന്ന രണ്ട് വേർഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. English Mitra. Stop worrying, start learning.